യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിൽ ഏറ്റവും പ്രൊഫൗണ്ടായിരിക്കുന്ന, അതിശക്തമായിരിക്കുന്ന 2 സന്ദേശങ്ങൾ ഈ കാൽവറിയിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ സന്ദേശം, ദ ഇൻവാല്യുബിൾ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അമൂല്യമായിരിക്കുന്ന, വിലമതിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ ദാനം. യേശുക്രിസ്തുവിൽ ദൈവം നമുക്ക് നൽകുന്ന ദാനം. കാൽവറി നമ്മോട് പറയുന്ന ആദ്യ സന്ദേശം ഇതാണ്: സീ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദാനത്തെ കാണുക, റിസീവ്, സ്വീകരിക്കുക, ധന്യനായി തീരുക. കാൽവറിയിൽ രണ്ടാമത് കാണുന്ന സന്ദേശം, ദി ഗ്രേറ്റ് ഇമ്മെഷറബിൾ ഗിവിംഗ് ഓഫ് ഗോഡ്. അതിമഹത്തായിരിക്കുന്ന, അളവിനപ്പുറത്തുള്ളതായിട്ടുള്ള ദൈവത്തിൻ്റെ മഹനീയമായിരിക്കുന്ന ദൈവത്തിൻ്റെ നൽകൽ, എൻഡോവിങ്. ദൈവം നമുക്ക് നൽകുന്നു. അതിൻ്റെ വില, അതിൻ്റെ ചിലവ്. ഹൗ ഗ്രേറ്റ് ഈസ് ഗോഡ്സ് എൻഡോവിങ്. എത്ര വലിയ വില ദൈവം നൽകുന്നു. ഒരു ഭാഗത്ത് താങ്ക്സ് ഫോർ ദി ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്, പറഞ്ഞു തീരാൻ കഴിയാത്ത നിലയിലുള്ള ദാനം. മറുഭാഗത്ത് God so loved the world that he gave his only begotten son. തൻ്റെ ഒറ്റ മകനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം സ്നേഹിച്ചുള്ള നൽകൽ. Together God's gift and giving. ദൈവിക ദാനവും ദൈവത്തിൻ്റെ നൽകലും. നമ്മുടെ ജീവിതം ഒട്ടുമുക്കാലും എപ്പോഴും തിരിയുന്നത് ഈ ദൈവത്തിൻ്റെ ദാനത്തെ ചുറ്റുമാണ്, ദാനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓൾ ഓഫ് ക്രൈസ്റ്റ്, മോർ ഓഫ് ക്രൈസ്റ്റ്, കൂടുതൽ യേശുവിനെ, കൂടുതൽ ദൈവത്തിൻ്റെ ദാനത്തെ. അത് മുഴുവൻ കർത്താവിൽ വളരുന്നവർ ആരാണ് വളരുന്നവർ? ഒരിക്കൽ യേശുവെന്ന് വിളിച്ചവരോ, യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ ഒരു അംശം ഒരിക്കൽ പ്രാപിച്ച ശേഷം that is it, അതെ എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് who are they? more of Jesus Christ. കൂടുതൽ യേശു ക്രിസ്തുവിനെ. and everything in him. അവനിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മുഴുവൻ എനിക്ക് സ്വന്തമായി തീരണം. നാം അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ക്രിസ്തു ജീവിതം ഏതാണ്ട് ആകമാനം ജീവിക്കുന്നത്. ആ മറുഭാഗത്തെ, രണ്ടാം ഭാഗത്തെ ആ സന്ദേശം വേണ്ടവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ഉടക്കാറില്ല. എന്താണത്? ദ ഗ്രേറ്റ് ഗിവിംഗ്. എല്ലാം കൊടുക്കുവാൻ, എല്ലാം നൽകുവാനായിട്ടുള്ള കാൽവറിയിലെ ആഹ്വാനം. സീ വാട്ട് ഗോഡ് ഗേവ്. ദൈവം എന്ത് കൊടുത്തു എന്ന് നീ കാണുന്നുണ്ടോ? ആൻഡ് ദെയർ ഈസ് എ കോൾ ദേർ. അവിടെ ഒരു വിളിയുണ്ട്. You know you have received that which is incomparable and incomprehensible. താതാൽപ്യം ചെയ്യാൻ കഴിയാത്തതും ഗ്രഹിക്കുവാൻ കഴിയാത്തതുമായിട്ടുള്ള വലിയ ദാനം നീ കിട്ടിയവനാണ്. And you on the other side, മറ്റേ ഭാഗത്ത്, you have a great call to give. കൊടുക്കുവാനായിട്ടുള്ളൊരു ആഹ്വാനം നമ്മുടെ വിളിയിൽ അതും കൂടിയുണ്ട്. എന്താ? Give everything for the blessing of others. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി. കാൽവരിയുടെ സന്ദേശം ഇതാണ്: give for the blessing and good. മറ്റുള്ളവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി നൽകുവാൻ, കൊടുക്കുവാൻ ഉള്ളൊരു ആഹ്വാനം. ഈ ഭാഗം പലപ്പോഴും വളരെ ഓപ്ഷണലായിട്ടാണ് നാം ചിന്തിക്കുന്നത്. എന്താ അത്? അത് ചിലർക്കൊക്കെ ഉള്ളൊരു വിളിയാണ്. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്, അങ്ങനെ സേവിക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് വെരി ഓപ്ഷണൽ. നമ്മുടെ മൗലികമായിരിക്കുന്ന വിളിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ടില്ല. ശ്രദ്ധിക്കുക, നാം സ്വീകരിക്കുക, വലിയ സ്വീകർത്താവായിരിക്കുക എന്ന് പറയുന്നത് അത്യന്തം
അനിവാര്യമാണ്. ഗ്രേറ്റ് റെസിപ്പിയൻസ്, വലിയ സ്വീകർത്താക്കൾ. അത് ചെറുതല്ല, അത് മുഴുവനാൻ തന്നെയാണ്. ഓൾ ഓഫ് ജീസസ്, യേശു കർത്താവിനെ മുഴുവൻ. പക്ഷെ കാൽവറി യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, അവനിലുള്ളത് ആസ്വദിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ കൈക്കൊണ്ട് നാം നിറഞ്ഞു വരുന്നതോടൊപ്പം കാൽവറി നമ്മളെ വീണ്ടും അല്പം കൂടെ മുമ്പോട്ട് നടത്തി ഈ ഭാഗത്തേക്കും വരണം. ഏതാണത്? ഗിവ് യുവർ ഓൾ, നിനക്കുള്ളതെല്ലാം നൽകുക. നാം ധാരാളമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ നൽകുവാൻ കഴിയത്തുള്ളതിന് തർക്കമില്ല. പക്ഷേ സ്വീകരണമെന്നുള്ളത് നൽകുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുവരണം. മറ്റനേകർ സ്വീകരിക്കുകയും നൽകുകയും ചെയ്തതുകൊണ്ടാണ് എങ്ങനെയോ സുവിശേഷം നമ്മുടെ അടുത്തെത്തിയത്. മറ്റനേകർ നൽകുവാൻ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് കൊണ്ടാണ് വചനം നമ്മുടെ അടുത്തെത്തിയത്. The Christian history is more of the history of giving. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് അദൃശ്യമായിരിക്കുന്ന ഒരു തലമാണ്. എന്നാൽ ക്രിസ്തീയ ചരിത്രം എന്താണ്? ആരെല്ലാം നൽകുവാൻ ഇറങ്ങി പുറപ്പെട്ടു, ആർക്കൊക്കെ നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. Who are the givers? ചരിത്രത്തിലെ ക്രിസ്തീയ നായകന്മാർ ആരൊക്കെയാണ്? Great givers, അത്യധികം നൽകിയവരാണ്. സ്വർഗത്തിലെ കിരീടധാരികൾ ആരാണെന്നാണ് നാം വിചാരിക്കുന്നത്? Great givers, തങ്ങളെ തന്നെ ദൈവത്തിന് അർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയവരാണ് സ്വർഗത്തിലെ കിരീടധാരികൾ. നാം സഭയിൽ ആരെയാണ് വിലമതിക്കുന്നത്? ദൈവമക്കളുടെ നടുവിൽ കൂടുതൽ വിലപ്പെട്ടവരാരാണ്? ടെൽ മീ, ആരാണത്? ഗിവേഴ്സ്, നൽകുന്നവരാണ്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് ആത്മീക സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്, മറ്റുള്ളവരെ ഉണർത്തുന്നവരാണ്. ഗിവേഴ്സ്. യെരൂശലേം ദേവാലയത്തിൽ ഒരു ടെമ്പിൾ ടാക്സ് ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിന് ഇസ്രായേൽ മക്കളെല്ലാവരും അവർ ടാക്സ് കൊടുക്കണമായിരുന്നു. ആ ഒരു ടെമ്പിൾ ടാക്സ് കൊടുക്കുന്ന സമയമായപ്പോൾ, അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, നീ പോയി കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെ പിടിച്ച് ചെറിയ രണ്ട് ദ്രഹ്മ, അത് ചെറിയ നമ്മുടെ നായ പൈസ പോലുള്ള അന്നത്തെ രണ്ട് ചെറിയ കാശാണ്, ദ്വിദ്രഹ്മ, 2 ദ്രഹ്മ. നീ പോയി കടലിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന നാണയം, അതൊരു ശേഖലാണ്, അതുപോയി എടുത്തുകൊണ്ട് വന്ന് എനിക്കും നിനക്കും വേണ്ടി നീ നൽകുക എന്ന് പത്രോസിനോട് പറഞ്ഞു. ഈ ഒരു എക്സ്പ്രഷൻ കർത്താവ് പറഞ്ഞു, ഈ ഒരു എക്സ്പ്രഷൻ ഫോർ മീ ആൻഡ് ഫോർ യു, എനിക്കും നിനക്കും വേണ്ടി. ഇതൊരു വലിയ പ്രിൻസിപ്പിളാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. എന്താണ് പ്രിൻസിപ്പിൾ? വി ആർ ഗ്രേറ്റ് റെസിപ്പിയൻസ്. നാം അധികം ദൈവത്തിൽ നിന്ന് കിട്ടിയവരാണ്. അതോട് ചേർന്ന് എപ്പോഴും ഈ പ്രമാണം അതോട് ചേർന്ന് പോകേണ്ട കാര്യമാണ്. വാട്ട് വി റിസീവ്ഡ്, നമുക്ക് ലഭ്യമായത്, നമുക്ക് കിട്ടിയത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും കൂടിയാണ്. എവ്രി ബ്ലെസ്സിംഗ്, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഉദവികളും നമുക്ക് ലഭ്യമായതൊക്കെയും, എവ്രിതിങ്, ഓർക്കുക, അത് നമുക്ക് വേണ്ടി മാത്രമല്ല. We are under mandate to share it for others. മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം, ദൈവിക ഉത്തരവാദിത്വം നമ്മുടെ മേലുള്ളത്. ഓപ്ഷനൽ അല്ലത്. ഒക്കുമെങ്കിൽ, പറ്റുമെങ്കിൽ, സൗകര്യപ്പെടുമെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, നോ, ഗോഡ് സേസ്
ഈസ് ഫോർ യു ആൻഡ് ഫോർ അതേഴ്സ്. നിനക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണ്. എവ്രിതിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ന്യായവിധി ദിവസത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിച്ച ശേഷം കർത്താവ് ചിലരോട് പറയും. എന്താ പറയുന്നത്? എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു. ഇറ്റ്സ് അബൌട്ട് ഗിവിങ്. അവിടെ നൽകലിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇന്ന് ഈ ഒരു കാര്യം അടിസ്ഥാനപരമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയണം എന്ന് ആത്മാവിൽ എൻ്റെ അന്തരംഗത്തിൽ നിർബന്ധമുണ്ട്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി റിസീവിങ് ആൻഡ് റിസീവിങ്. ലഭ്യമായി നാം പോകണം. ആൻഡ് ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ബി ഗിവിങ് ആൻഡ് ഗിവിങ് ആൻഡ് ഗിവിങ്. മറുഭാഗത്ത് നാം നൽകുന്നവരായി പോകുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ഈ യേശു കർത്താവിന് ശരിക്കും പെസഹ ഒരുക്കിയ ആളാരാ? അതെനിക്കിപ്പോൾ കാണാൻ പറ്റത്തില്ലെന്നറിയാം. പക്ഷെ ഐ ആം സോ ക്യൂരിയസ് അബൌട്ട് ദാറ്റ്. ആ മനുഷ്യൻ കർത്താവിന് ആ പെസഹ ഭക്ഷിപ്പാൻ അവർ വരുമ്പോൾ വിരിച്ചൊരുക്കിയ മാളിക, അവിടെ പേരില്ല, അഡ്രസ്സില്ല, ഒന്നും എഴുതി വെച്ചിട്ട്. ബട്ട് ദെർ ഈസ് എ മാൻ ആൻഡ് ദെർ ഈസ് ലേബർ, കമ്മിറ്റ്മെന്റ് ബിഹൈൻഡ്. അവിടെ ഒരു മനുഷ്യനുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, പ്രതിബദ്ധതയുണ്ട്. When they came, the man is out. അവർ വരുമ്പോൾ മനുഷ്യൻ അവിടെ ഇല്ല. Who is that man? നമ്മൾ പറയുമല്ലോ, ഓശനെ വിളിച്ചുകൊണ്ടെന്ന് കർത്താവ് കയറി വന്ന കഴുതിയെക്കുറിച്ച് പറയുമല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കഴുതി ആരുടേതായിരുന്നു? കർത്താവ് പറഞ്ഞു പോയി ഇങ്ങ് അഴിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന്. നിങ്ങൾ വിചാരിക്കുന്നു എവിടെയെങ്കിലും പോയി ഏതെങ്കിലും പശുവിനെ അഴിച്ചുകൊണ്ട് വരാൻ കർത്താവ് പറയുക, അല്ലെ കഴുതി അഴിച്ചു. No, our Lord will not do that. There was some communication. എവിടെയോ ഒരു ആശയവിനിമയം ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് കർത്താവ് പറഞ്ഞത് പോയി ഇങ്ങ് അഴിച്ചുകൊണ്ട് പോന്നാൽ മതിയെന്ന്. But that cold had an honor. ആ കഴുതിക്ക് ഒരു ഉടമസ്ഥനുണ്ടായിരുന്നു. I am curious to see that man. ഇത് ആരുടെ കഴുതിയായിരുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 100 പേര് കൂടി വന്നു, അവർ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് വന്നു. ഈ കാര്യങ്ങൾക്കൊക്കെ വീടും സൗകര്യം എന്താ വിചാരിക്കുന്ന? 100-120 അതിലധികം ആളുകൾ വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുക. ഇവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ്. ഇന്നത്തെ പോലെ വൻ മാളികളൊന്നുമുള്ള ദിവസങ്ങളല്ല. എന്നാൽ പോലും whose house it was. ഈ 120 പേര് കൂടി വന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലിരുന്ന ഈ വീട്ടുകാരൻ ആരായിരുന്നു ഞാൻ തിരിക്കാറുണ്ട്. These are important. നമ്മുടെ ശ്രദ്ധയിൽ ഇത് വരാറില്ല. ഞാൻ ഓർത്തിട്ടുണ്ട്, മർക്കോസിൻ്റെ അമ്മയായ മറിയയുടെ വീട് അതൊന്ന് കണ്ടാൽ കൊള്ളാം. ഫിലമോന്റെ ഭവനം, ലുദിയയുടെ ഭവനം, പത്രോസ് ആദ്യം ദർശനം കണ്ട ശീമോൻ, തോൽക്കൊല്ലനായിരിക്കുന്ന ശീമോന്റെ ഭവനം, ഹിസ്റ്റോറിക്കൽ ഹൗസസ്. ഈ ഭവനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ദേ ആർ ഗ്രേറ്റ് മെമ്മോറിയൽസ് ഓഫ് ദി അമേസിംഗ് സാക്രിഫൈസ് ആൻഡ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. വലിയ സ്മാരകങ്ങളാണ്. മറ്റ് ദൈവഭക്തന്മാർക്ക് കൃപ പകർന്നു കൊടുക്കുവാൻ തങ്ങൾക്കുള്ള ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചു വെച്ച വലിയ സ്മാരകങ്ങളാണ്. Man, what you have is very important to God and His people. ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും നിനക്ക് എന്തുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൊറേവിയൻ പ്രസ്ഥാനത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമായിരുന്നു, മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു മുന്നേറ്റമായിരുന്നു. അതെങ്ങനെ ആരംഭിച്ചതെന്നറിയാമോ? യൂറോപ്പിൽ വലിയ പീഡനങ്ങൾ ഉണ്ടായ സമയത്ത് വചനത്തിന് വേണ്ടി നിലപാടെടുത്തവർക്ക് വേണ്ടി അന്നത്തെ റോമാസഭയിൽ നിന്ന് വലിയ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ നാടും വീടും ഒക്കെ വിട്ട് അവർ ഓടിപ്പോകേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ട് ഓടിപ്പോയി. അവരുടെ വിശ്വാസം ത്യജിച്ചില്ല. They left things behind. പിൻപിൽ അവരുടെ എല്ലാം വിട്ട ശേഷം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് സത്യത്തിൻ്റെ പക്ഷത്ത് അവർ നിന്നവരാണ്.
ഈ കാര്യം ആ കാലത്ത് ജർമ്മനിയിലൊരു പ്രഭു, കൗണ്ട് സിൻസഡോൾഫ്, ജർമ്മനിയിലെ ഒരു പ്രഭു തൻ കർത്താവിനെ അറിഞ്ഞവനായിരുന്നു. ഈ പീഡനത്തിൽ പലയിടത്തായിട്ട് വന്ന ഈ ആളുകൾക്ക് വേണ്ടി തൻ്റെ ആ കൈവശമുണ്ടായിരുന്ന വലിയ ഭൂപ്രദേശം ഹേൺഹട്ട് എന്ന് പറയുന്ന ആ വലിയ ഭൂപ്രദേശം അവർക്കായിട്ട് വിട്ടുകൊടുത്തു. ഈ വന്നവരെല്ലാം അവിടെ സെറ്റിൽ ചെയ്തു. അവിടെ കൂട്ടായ്മയും പ്രാർത്ഥനയും തുടങ്ങി. പലവിധ ക്രിസ്തീയ വിഭാഗത്തിൽ വന്നവരാണ്. അവർ ചേർന്ന് കർത്താവിനെ കേന്ദ്രീകരിച്ച് ഒറ്റ വിഭാഗമായി അവർ പ്രാർത്ഥിക്കാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവജനം പഠിക്കുവാനായിട്ട് തുടങ്ങി. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മിഷണറി മൂവ്മെൻ്റായിട്ട് അത് തീർന്നു. മോഡേൺ മിഷണറി മൂവ്മെൻ്റ് എന്ന് പറയുന്ന വില്യം കേറി ഇന്ത്യയിൽ വന്ന അതിനെ തുടർന്നാണ് ആധുനിക മിഷണറി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ വില്യം കേറിക്ക് പോലും പ്രചോദനം കിട്ടിയത് മൊറേവിയൻ മിഷണറി മൂവ്മെൻറ്റിൽ നിന്നാണ്. ജോൺ വെസ്ലി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നത് ഈ മൊറേവിയൻ മൂവ്മെൻറ്റിൽ നിന്നാണ്. ദൈവമക്കളെ, when somebody committed what he had, തനിക്കുള്ളതിനെ ഒരാൾ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ചപ്പോൾ, തനിക്കുള്ളത് കൊടുത്തപ്പോൾ ചരിത്രമുണ്ടാകുകയായിരുന്നു ചെയ്തത്. നിങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റിൽ പ്രത്യേക ചരിത്രമൊന്നുമില്ല, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ പ്രത്യേക ചരിത്രമൊന്നുമില്ല. യേശു ക്രിസ്തുവിനോടുകൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹൃദയം തുറന്ന് നിങ്ങൾക്കുള്ളത് പങ്കുവെക്കാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്കുള്ളത് നൽകുവാനായിട്ട് തുടങ്ങുമ്പോൾ, നമുക്കൊരു ഭാഗം നമുക്ക് വായിക്കാം. റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ വരങ്ങളെക്കുറിച്ച് പറയുന്നത് 6 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യെസ്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നു. വെവ്വേറെ വരങ്ങൾ വായിക്കാം. പ്രവചനമെങ്കിൽ പ്രവചനം, വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, സെർവിങ്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്പെഷ്യൽ കാറേ കയറി പുറകെ ചാരി കിടക്കുന്ന ഒരാളല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. മിനിസ്റ്റർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതല്ല. എന്താ എൻ്റെ അർത്ഥം? സഭയിലെ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന ആളെന്നാണ്. ഈ ശുശ്രൂഷ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ സെർവിങ് ആണ്. ശുശ്രൂഷ. ഓക്കെ, യെസ്. ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, ടീച്ചിങ്, ഉപദേശം. പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനം, എക്സോർട്ടേഷൻ, പ്രബോധനം. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ദാനം ചെയ്യുന്നവൻ, മാൻ ഗിവിംഗ്, ദാനം ചെയ്യുന്നവൻ. ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, അഡ്മിനിസ്ട്രേഷൻ, ലീഡിംഗ്, നേതൃത്വം നൽകുക, ഭരണം നടത്തുക. ഓക്കെ. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ, ഷോയിങ് മേഴ്സി, കരുണ കാണിക്കുക. നോക്കണേ, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ആരും വിചാരിക്കരുത് പ്രവചനമാണ് ഏറ്റവും വലുത്, പ്രബോധനമാണ് ഏറ്റവും വലുത്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാ പറയും. നമ്മൾ ഇത് വേർതിരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മീയ വരങ്ങളുണ്ട്. പ്രവചനം, പ്രബോധനം, പഠിപ്പിക്കൽ, അധ്യാപനം. ഈ 7 കാര്യത്തിൽ 3 ആത്മീയ വരങ്ങളാണ്. 4 കാര്യങ്ങൾ വായിച്ചാൽ ശുശ്രൂഷിക്കുക, സെർവിങ്, ലീഡിങ്, നേതൃത്വം നൽകുക, ഭരിക്കുക. പിന്നെ അവിടെ കണ്ടു ഗിവിങ്, ദാനം ചെയ്യുക, ഗിവിങ്. പിന്നെ ഷോയിങ് മേഴ്സി, കരുണ കാണിക്കുക. എനിക്ക് കൃപാവരം, എന്നെ കൃപാവരങ്ങളാൽ അലങ്കരിക്കണമേ എന്നൊക്കെ നമ്മളൊക്കെ പാടിയൊക്കെ കഴിഞ്ഞ് അഭിഷേകത്തിൽ എനിക്ക് കൃപ കൊണ്ട് നിറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഷോയിങ് മേഴ്സി, ശുശ്രൂഷിക്കുക, ദാനം ചെയ്യുക, കരുണ കാണിക്കുക. പ്രായോഗികമായിരിക്കുന്ന, ഭൗതികമായിരിക്കുന്ന ശുശ്രൂഷകളാണ്. ഒന്ന് ആത്മീയമായിരിക്കുന്ന വരങ്ങൾ, ഇത് ഭൗതികവും പ്രായോഗികമായിരിക്കുന്ന വരങ്ങൾ. ഏതാ കൂടുതൽ ഇഷ്ടം? മറുപടിക്കായിട്ട് നിൽക്കുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ അല്പസമയത്തേക്ക് ഭൗതിക വരങ്ങളെ കുറിച്ചാണ് പറയുന്നത്, പ്രായോഗിക വരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ചില പറയാറുള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് ഒരു കൃപയും എന്താണെന്നറിയത്തില്ല, പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം, കൃപയുണ്ടോ നിങ്ങൾ ഇനി ആലോചിക്കണം. നിങ്ങളുടെ പക്ഷത്ത്, നിങ്ങളുടെ സമക്ഷത്ത് എന്തുണ്ടോ, ഭൗതികമായി നിങ്ങൾക്ക് എന്തുണ്ടോ?
കഴിവുകൾ നിങ്ങൾക്ക് എന്തുണ്ടോ? നിങ്ങളുടെ പ്രത്യേക മികവുകളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമുണ്ടോ? എവ്രിതിങ് യു ഹാവ്, നിങ്ങൾക്കുള്ളതെല്ലാം പ്രായോഗികവും ഭൗതികമായിരിക്കുന്ന ഒരു വരമാണ്, ഒരു ദാനമാണ്. ദൈവമക്കളെ, നമ്മളെല്ലാവരും കിട്ടിയവരാണ്. കയ്യിൽ വെച്ചിട്ട് എൻ്റേത് എന്ന് പറയുവാൻ അർഹത ആർക്കുമില്ല. Nobody has a right to say this is mine. ഇത് എൻ്റെ എന്ന് പറയുവാൻ ആർക്കും അർഹതയില്ല. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കയറണം. എവ്രിതിങ് ഈസ് ഗിവൺ ആസ് എ ട്രസ്റ്റ്. എല്ലാം നൽകപ്പെട്ടതാണ് ഒരു ട്രസ്റ്റായിട്ട്. മറ്റൊരാൾ നമ്മളെ ഭരമേൽപ്പിച്ചതാണ്. എല്ലാം നമ്മളെ ഭരമേൽപ്പിച്ചതാണ്. എന്തിനാ ഭരമേൽപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ കണ്ടു, ഭരമേൽപ്പിക്കപ്പെട്ടവർ ശുശ്രൂഷിക്കണം, ഭരമേൽപ്പിക്കപ്പെട്ടവർ നൽകണം, ഭരമേൽപ്പിക്കപ്പെട്ടവർ കരുണ കാണിക്കണം, ഭരമേൽപ്പിക്കപ്പെട്ടവർ അവരുടെ കഴിവുകൊണ്ട് ലീഡ് ചെയ്യണം. ഇറ്റ്സ് ഓൾ പ്രാക്ടിക്കൽ. ഇത് ഈ അന്യഭാഷയുമായിട്ടൊന്നും കൂട്ടിക്കൊഴിക്കരുതേ. ആത്മനിറവിലുള്ള ആരാധന. ഇപ്പം ഐ എം കമ്മിങ് ഡൗൺ ടു എർത്ത്. വെറും പ്രായോഗികമായിരിക്കുന്ന പച്ച യാഥാർത്ഥ്യത്തിൽ പറയാം. എവ്രിതിങ് യു ഹാവ്. പല പറയും ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വഴിക്ക്. നോ, ദശാംശം എന്നുള്ളൊരു വാക്കിതിനകത്തൊന്നുമില്ല. എവ്രിതിങ് ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ്, യു ഹാവ് ദ മാൻഡേറ്റ് ടു ഷെയർ. എനിക്ക് അനുഭവിക്കാം, മക്കൾക്ക് അനുഭവിക്കാം. അതോട് ചേർന്ന് എല്ലാം മറ്റുള്ളവരെ ഉദ്ദേശിച്ച് ദൈവം നൽകിയതാണ്. Everything meant for others too, for me and for you. എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് യേശു എന്ന് പറഞ്ഞ പ്രമാണം എനിക്കുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ കൂടി പോകുന്നുണ്ട്. All what I have. ഇതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കുമ്പോൾ, മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ഭൗതികമാണെങ്കിൽ പോലും അവർ ദൈവത്തെ സ്തുതിക്കും. ഭൗതിക നന്മ കിട്ടിയിട്ട് നിങ്ങൾ ദൈവത്തെ എപ്പോഴെങ്കിലും സ്തുതിച്ചിട്ടുണ്ടോ? ഉണ്ടോ? തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ വഴിയിൽ കൂടി മറ്റാരുടെയും കരങ്ങൾ കൂടി നിങ്ങൾ ലഭിച്ചപ്പോൾ നിങ്ങളുടെ അന്തരംഗത്തിൽ God is faithful, ദൈവം വിശ്വസനാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. But remember, somebody was instrumental. മറ്റൊരാൾ അതിന് ഉപകരണമായിരുന്നു. You can be an instrument for the praise of God. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിനക്കൊരു ഉപകരണമായി തീരുവാനായിട്ട് കഴിയും. We are trustees of God. ദൈവത്തിൽ പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്നവരാണ്. I warn you, ഏറ്റവും വലിയ സ്വാർത്ഥമതികളായിട്ട് കർത്താവിൻ്റെ നാളിൽ നമുക്കൊരു പേരുണ്ടാകാതിരിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഡിസ്പെൻസ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ ഭരമേൽപ്പിച്ചത് നൽകുമ്പോൾ പ്രായോഗികവും ഭൗതികമായിരിക്കുന്ന ഒരു മാധ്യമത്തിൽ കൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് കൃപ പങ്കിടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രായോഗികവും ഭൗതികമായിരിക്കുന്ന മാധ്യമപ്രകാരം അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുന്ന കൃപ. എല്ലാവർക്കും ധനവാന്മാരാകാൻ വളരെ ഇഷ്ടമാണ്. അതിനുവേണ്ടി ആ വിശ്വാസികളും ജീവിക്കുന്നു. ദൈവം തന്നു, പണ്ടത്തെക്കാളും ഒത്തിരി കിട്ടിയെന്ന് പറയാം. കുഞ്ഞെ, ഞാൻ ദൈവത്തിൻ്റെ വചനം പറയാണ്. ദൈവം തന്നതിനായി സ്തോത്രം. തന്നതൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടിയും നിന്നെ ഭരമേൽപ്പിച്ചതാണെന്ന് ഓർക്കുക. ഓക്കെ, ഇതിനോട് ചേർന്ന് ഞാൻ അടുത്തൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് 7 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 4 കാര്യങ്ങൾ പ്രായോഗിക കാര്യങ്ങളായിരുന്നു. 3 കാര്യങ്ങൾ പ്രവചനം, പഠിപ്പിക്കുക, പ്രബോധിപ്പിക്കുക. ഈ കാര്യങ്ങൾ വിശദമായി നമുക്ക് പറയാൻ സമയമില്ല. ഇതിലൊരു കാര്യം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കാരണം എല്ലാവർക്കും പ്രോഫറ്റ്സ് ആകുവാൻ കഴിയില്ല, പ്രവാചകന്മാരാകാൻ കഴിയില്ല. ആൻഡ് ഓൾ കനോട്ട് ടീച്ച്. എല്ലാവരും പഠിപ്പിക്കുന്നവരാകുവാനും കഴിയില്ല. പക്ഷെ എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമാണ് അടുത്ത കാര്യം. എന്താണത്? എക്സോട്ടിങ്,
പ്രബോധിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ കാര്യം മാത്രം ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ സാധാരണ പ്രബോധനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനകത്താണ് ഇന്ന 3 പേര് പ്രബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അല്പസമയം കൊണ്ട് പലരും പ്രബോധിപ്പിക്കുന്നു. എക്സോട്ടേഷൻ സാധാരണ ഒരു മീറ്റിംഗ് കോണ്ടെക്സ്റ്റിലാണ് നാം ചിന്തിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ലെറ്റ് us exhort one another. ആ ഭാഗം ഒന്ന് വായിക്കുക. 10-ാം അധ്യായത്തിന് 24 തുടങ്ങിയുള്ള 24-25 വാക്യങ്ങൾ. യെസ്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ശ്രദ്ധിക്കുക, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും, എന്നെ ടി വിയിൽ കേൾക്കുന്ന എല്ലാവരും ഓർത്തോണം, സഭായോഗങ്ങൾ ഉപേക്ഷിക്കുവാൻ അനുവാദമില്ല. സഭായോഗങ്ങൾ ഉപേക്ഷിക്കുവാൻ അനുവാദമില്ല. ഇല്ല. ഓക്കെ, താഴോട്ട് വായിക്കാം. തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉപേക്ഷിക്കരുത്. അടുത്തത് തമ്മിൽ പ്രബോധിപ്പിക്കണം, സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ള പദം എന്നെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡ് പറയുന്നത്. അന്യം സൂക്ഷിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ കൺസിഡർ വൺ അനദർ. അന്യോന്യം പരിഗണിക്കുക. അന്യോന്യം ആളുകളെ കാണുമ്പോൾ തുറിച്ചു നോക്കരുത്, പരിഗണിച്ച് നോക്കണം. നെറ്റി ചൊളിച്ച് നോക്കരുത്, പുരിയം ഉയർത്തി നോക്കരുത്, പരിഗണിച്ച് നോക്കണം, ശാന്തമായി നോക്കണം. കൃപയൊക്കെ തന്നിരിക്കുന്നത് നമ്മുടെ ഈ ചുളിവൊക്കെ മാറ്റി ഗൗരവം മാറ്റി ഒരു ശാന്തത തരാൻ തന്നെയാണ് ഈ കൃപയൊക്കെ. അതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? എക്സോർട്ട് വൺ അനദർ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും സൽപ്രവർത്തിക്കും അവർ പ്രൊവോക്റ്റാണ്. അവരുടെ ഹൃദയത്തിൽ ഈ മടുത്തും നനഞ്ഞ് ഉണങ്ങി വിരിക്കാതെ അവരൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ നൽകുവാനും സേവിക്കുവാനും അവർക്കൊക്കെ ഒരു പ്രൊവൊക്കേഷൻ ലഭിക്കണം. അതുകൊണ്ട് എക്സോർട്ട് വൺ അനദർ. ഈ എക്സോർട്ട് പ്രബോധനം എന്ന് പറഞ്ഞാൽ സാധാരണ സഭകളിലൊക്കെ 2-3 നിലയാണ്. വലിയ പ്രാസംഗികർ ഒരു കൂട്ടർ, പിന്നെ ഇവാഞ്ചലിസ്റ്റ് രണ്ടാമത്തെ ഒരു കൂട്ടർ, സുവിശേഷം മൂന്നാമത്തെ കൂട്ടരാണ് പ്രബോധകർ. അതൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും ഉള്ളൊരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളെക്കുറിച്ച് മുഴുവൻ ഉൾപ്പെടുത്തിയാ പറഞ്ഞത്. എവ്രിവൺ എക്സോർട്ട് വൺ അനദർ. എല്ലാവരും അന്യോന്യം പ്രബോധിപ്പിക്കുക. ഈ പ്രബോധനം എന്നുള്ള വാക്ക് അതിൻ്റെ ഗ്രീക്കിൽ പാരക്ലെയിൻ എന്നുള്ളൊരു വാക്കാണ്. നമുക്കതിനെക്കുറിച്ചുള്ള ധാരണകൾ അല്പസമയത്ത് എല്ലാം വാഷ് ഔട്ട് ചെയ്യണത് മാറിപ്പോകണം. പാരക്ലെയിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയെ അമ്മ പ്രോത്സാഹിപ്പിക്കുക. അതിനൊക്കെ കഴിയും, കുറച്ച് അധ്വാനിച്ചാൽ മതി, ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ്സ് എൻകറേജിങ്, പ്രോത്സാഹനം. ആത്മവിശ്വാസമില്ലാത്ത ഒരാളെ സമയത്ത് ഡോണ്ട് ഫിയർ, നിനക്ക് ചെയ്യാൻ കഴിയും, ധൈര്യമായിട്ടിരുന്നാൽ മതി, യു ക്യാൻ ഡു ഇറ്റ്, നിനക്കത് ചെയ്യുവാൻ കഴിയും. ഇറ്റ്സ് എൻകറേജിങ്, ഉത്സാഹിപ്പിക്കുകയാണ്. പല പ്രാവശ്യം പരീക്ഷ എഴുതി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ എഴുതുന്നില്ല എന്ന് പറയുമല്ലോ. നോ, യു കനോട്ട് സ്റ്റോപ്പ് ദേ. നിനക്ക് അവിടെ നിർത്തുവാൻ കഴിയത്തില്ല. നോ, കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ്. അല്പം കൂടി, ഇവിടെ വരെ വന്നല്ലോ. ഇറ്റ് ജസ്റ്റ് മീൻസ് എൻകറേജിങ്. ഒരു പോരാട്ടത്തിലായിരിക്കുന്ന ആൾ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരാൾ, ധൈര്യം ക്ഷയിച്ചു പോയിരിക്കുന്ന ഒരാൾ, പ്രോത്സാഹനം, പ്രചോദനം, ഉത്സാഹം, ഇതിനാണ് പാരക്ലെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പേരുണ്ടല്ലോ, എന്തുവാ അത്? കാര്യസ്ഥൻ, പാരക്ലിറ്റോസ്. പാരക്ലിറ്റോസ്, പരിശുദ്ധാത്മാവിന് നൽകിയ പേര് കാര്യസ്ഥൻ. ആ പാരക്ലിറ്റോസ് എന്നുള്ള പദം പാരക്ലെയിൻ എന്നുള്ള പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പം മനസ്സിലായ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ? ഓക്കെ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യാന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് പാരക്ലൈനിങ്. നാം കാണുന്ന അന്യോന്യം പ്രബോധിപ്പിക്കുക, മോട്ടിവേറ്റിംഗ്. ഈ പലപ്പോഴും പലരും അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ പല കോച്ചുകൾ എങ്ങനെയാണ് ചിലരെ മുമ്പോട്ട് തയ്യാറാക്കിയെടുത്തത്, ചില കൂട്ടുകാർ എങ്ങനെ പിൻപിൽ നിന്ന് അവരെ മുമ്പോട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു, ചില കൊളീഗ്സ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും, ചിലർക്ക് അവർക്കുള്ള കഴിവുകൾ മുമ്പോട്ട്
അവരുടെ വൈകല്യങ്ങളും അവരുടെ പ്രതിസന്ധികളും മറന്ന് മുമ്പോട്ട് പോകാൻ മറ്റു പലരും പശ്ചാത്തലത്തിൽ പിമ്പിൾ പ്രചോദനം നൽകിയ ആളുകൾ ചരിത്രത്തിലുണ്ട്, ശ്രദ്ധേയമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫിലിംസ് ഉണ്ട്. ഈ ടെന്നീസിൽ പ്രസിദ്ധനായിരിക്കുന്ന റോജർ ഫെഡറർ, ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ഒരു കോച്ച് ഉണ്ടായിരുന്നു. ആ കോച്ച് ചെറുപ്പത്തിൽ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പക്ഷേ റോജർ ഫെഡറർ നോക്കുമ്പോൾ തന്നെ ഈ നിലയിലാക്കിയതിൽ മൗലികമായിരിക്കുന്ന വലിയ പങ്ക് വഹിച്ച കോച്ചായിരുന്നു. ഇന്നും ആ കോച്ചിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ താൻ പോകുന്ന മെയിൻ ടൂർണമെൻറ്റിലെല്ലാം അവർക്ക് ഫ്ലൈറ്റ് ഫെയർ ഒക്കെ കൊടുത്ത് താമസവും കൊടുത്ത് ആ ടൂർണമെൻറ്റിൽ കൊണ്ടുവരാറുണ്ട്. റിമെമ്പറിങ് ഹൂ വർ ബിഹൈൻഡ് ദെയർ സക്സസ്, തങ്ങളുടെ അഭിവൃദ്ധിയുടെ ജയത്തിൻ്റെ പിമ്പിലായിരുന്നവരെ ഓർക്കുക. ഈ നിലയിൽ പ്രചോദകരുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പലരുടെയും ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇൻസ്പയറേഴ്സ്, പിമ്പിൽ ഏറ്റവും പ്രചോദനം നൽകിയിരുന്നത് അമ്മമാരാണ്. പല കുഞ്ഞുങ്ങൾക്കും പിമ്പിലുള്ള പ്രചോദനം അമ്മമാരായിരുന്നു. ഈ അമ്മമാരെന്തുകൊണ്ടാണ് വലിയ ഇൻസ്പയറേഴ്സായി തീരാൻ കാര്യം? അതിൻ്റെ ഒരു കാര്യം, ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഏറ്റവും സ്ഥായി സിമ്പതി ആൻഡ് എംപതി, സഹതാപവും അവരുടെ പക്ഷത്ത് നിന്ന് അവരുടെ പ്രയാസം എന്താണെന്ന് ഏറ്റവും ഹൃദയം കൊണ്ട് അടുത്തറിയാൻ കഴിയുന്ന അമ്മമാരാണ്. അത് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഏറ്റവും അടുത്ത ബന്ധം, സ്വന്തം എന്ന ബന്ധം ഏറ്റവും ഉള്ളത് അമ്മമാർക്കാണ്. അതുമാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആ ഹൃദയം ഏറ്റവും ചേർന്നിരിക്കുന്ന അമ്മമാരുടെയാണ്. അതുകൊണ്ടാണ് അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രചോദകരാകുവാനായിട്ട് കഴിയുന്നത്. ഞാനിത് കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കണമോ, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണമോ, മറ്റുള്ളവരെ കർത്താവിൽ വളർത്തണമോ, മുൻപോട്ടവരെ തള്ളിവിടേണമോ, അതിനേറ്റവും ആവശ്യമുള്ള ഒരു സിമ്പിൾ തിങ്, നോട്ട് ടു ബി ബൈബിൾ സ്കോളേഴ്സ്, വലിയ വേദ പഠിതാക്കളാകുക എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കുക. ബട്ട് ഐ ടെൽ യു, ഹാവ് എ ഹാർട്ട്, ഒരു ഹൃദയമുണ്ടെങ്കിൽ നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല ഒരു ഹൃദയത്തിൻ്റെ ആവശ്യം എന്താണ്. ഹൃദയമില്ലാതെ നമ്മൾ ആളുകളോട് പെരുമാറുമ്പം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോട്ടമൊക്കെ കാണാം. പിന്നെ പൊതുവേ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഉൾപ്പെടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആളുകളെ കണ്ടാൽ ഹൃദയപരമായി ഔദാര്യ മനസ്സോടുകൂടി അനുഭാവപൂർണ്ണം അടുത്തില്ലുകയാണോ ചെയ്യുന്നത്, അതോ ആദ്യം നമ്മൾ അളക്കുകയാണോ ചെയ്യുന്നത്? ചിലർ അളക്കാൻ വലിയ മിടുക്കരാണ്, കണ്ടപ്പോഴേ മനസ്സിലായി, പറഞ്ഞപ്പോഴേ പിടികിട്ടി. വി ആർ സോ സ്മാർട്ട്. ആളുകളെ അളക്കുന്നവരാണ്. ഹൃദയമില്ലാത്തപ്പോഴാണ് അളക്കുക, പറയുന്നതിന് ദുരുദ്ദേശം, ഉദ്ദേശം സങ്കല്പിക്കുക, വിമർശിക്കുക, വിധിക്കുക. ബാഡ്, വിക്കറ്റ്. ഇതെത്രയും ദുഷ്ടതയാണ് എന്ന് ദൈവമക്കൾ അറിയണം. ലൗകികർക്കത് മനസ്സിലാകില്ല. ദൈവമക്കൾ അറിയണം, ക്രിസ്തുവിൻ്റെ ഹൃദയം ആളുകളോട് ആർദ്രബോധപൂർവ്വം അടുത്ത് വരുന്നതാണ്. ആ ഹൃദയത്തോട് ചേർന്ന ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. വിധികളോടുകൂടിയല്ലാതെ നമുക്ക് മറ്റൊരാളുടെ ബലഹീനതയോട് അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ്, എനിക്കെങ്ങനെ സഹായിക്കാം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകത്തുള്ളൂ, ആർദ്രതയുണ്ടാകത്തുള്ളൂ. എംപതി, മറ്റൊരാളുടെ പക്ഷത്ത് നിന്ന് ആളിനെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഹൃദയം. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ ഹാർട്ട്. ഒരു ഹൃദയം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യം. യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു എന്ന് പറയുന്നവരെല്ലാം പറയണം, എനിക്കൊരു പുത്തൻ ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി യേശു തന്നു എന്നൂടെ പറയണം. എന്തിന്? ടു എൻകറേജ്, ടു മോട്ടിവേറ്റ്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കുവാനും വളർത്തിയെടുക്കുവാനുമായിട്ടുള്ളൊരു ഹൃദയം. ഈ കൗൺസിലിങ്ങിന് ഒത്തിരി പഠനത്തിനൊക്കെ പോകുന്നവരുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ കൗൺസിലേഴ്സ് ആകാൻ പറ്റും. എല്ലാവർക്കും നല്ല കൗൺസിലേഴ്സ് ആകാൻ പറ്റും. അടിസ്ഥാന ഡിഗ്രി ഞാൻ നിങ്ങളോട് പറയാം. ബി എ
person with a heart, ഹൃദയമുള്ളൊരു വ്യക്തിയായി തീർന്നാൽ. ഹല്ലേലൂയ. എവ്രിബഡി നീഡ്സ് എൻകറേജ്മെന്റ്. എല്ലാവർക്കും പ്രോത്സാഹനം ആവശ്യമുണ്ട്. ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? എനിക്ക് ഈ പ്രോത്സാഹനത്തിന് ആവശ്യമില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എവ്രിബഡി, എല്ലാവർക്കും എൻകറേജ്മെന്റ്, ഉത്സാഹം ആവശ്യമുള്ളവരാണ്. പൗലോസ് തന്നെയും പറയുന്നുണ്ട്, പലപ്പോഴും എൻ്റെ മനസ്സ് തണുപ്പിച്ചവൻ. യെസ്, ദൈവമക്കളെ, നാം എത്ര പ്രാവശ്യം പല വിധത്തിൽ പല സമയങ്ങളിൽ പലരാൽ നമുക്ക് പ്രോത്സാഹനം കിട്ടി വന്നവരാണ്. എത്ര പ്രാവശ്യം ദൈവസന്നിധിയിൽ നാം മടുത്തുപോയിരുന്ന ശേഷം മടുപ്പെല്ലാം മാറി ധൈര്യത്തോടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് വിത്ത് ദ സെയിം ഹാർട്ട്, ആ പശ്ചാത്തലം ഓർത്തുകൊണ്ട് തന്നെ, അതേ പശ്ചാത്തലം നിന്നുകൊണ്ട് ലെറ്റ് us hold the hands of other people. മറ്റുള്ളവരുടെ കരത്തെ പിടിച്ചുകൊണ്ട് come on, you can do it. മറ്റുള്ളവരെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. The grace to exhort, ആ പ്രോത്സാഹനത്തിനുള്ള കൃപ. ഇനി ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. സാധാരണ ഞാൻ പറഞ്ഞു വന്ന പശ്ചാത്തലം നിങ്ങൾക്ക് വേഗം മനസ്സിലായി. സാധാരണ നമുക്ക് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലിരിക്കുന്ന വരങ്ങളാണ്. ഗിഫ്റ്റ് ബേസ്ഡാണ് നമ്മുടെ ശുശ്രൂഷ മുഴുവൻ നിൽക്കുന്നത്. വരങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. വരങ്ങളില്ലെങ്കിൽ ശുശ്രൂഷയില്ല. ഒരുപാട് വരങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ശുശ്രൂഷയുണ്ട്. ഗിഫ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യേശു കർത്താവ് തന്നെയും വരങ്ങൾ കൊണ്ട് അഭിഷിക്തനായിരുന്നു. രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. He was adorned with gifts. ആത്മവരങ്ങളാൽ അലങ്കൃതനായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ ഏത് കൃപാവരം കൊണ്ടാണ്? നമ്മൾ ദൈവത്തിൽ ഇത്ര ധൈര്യത്തോടെ വന്ന് നീതീകരിക്കപ്പെട്ട ഫാദർ എന്ന് വിളിക്കുന്ന ബന്ധം നമുക്ക് കിട്ടിയത് യേശു ക്രിസ്തുവിൻ്റെ ഏത് വരം നിമിത്തമാണ്? ദൈവമക്കളായി തീർന്നു. ഈ കൃപ നമുക്ക് ലഭിച്ചു. നാം ദൈവസന്നിധിയിലേക്ക് വന്നു. ഇതേത് വരത്തെ ആസ്പദമാക്കിയാണ്? വരങ്ങളിൽ അധിഷ്ഠിതപ്പെടാത്ത മറ്റൊരു ശുശ്രൂഷയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. The ministry based on life, ജീവിതത്തെ അധിഷ്ഠിതമാക്കിയിരിക്കുന്നൊരു ശുശ്രൂഷ. ഹല്ലേലൂയ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ താണലോകത്തിൽ ഇറങ്ങി വന്നു. പിതാവിൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി തീർന്നു. തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. കാൽവറിയിൽ ദൈവേഷ്ടം ചെയ്യാൻ തന്നെ ഭാരമേൽപ്പിച്ചു. ദിസ് ഈസ് നോട്ട് അബൌട്ട് ഗിഫ്റ്റ്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ ലൈഫ്. ഒരുവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നൊരു ശുശ്രൂഷയുണ്ട്. യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. There is a gift-based ministry. വരങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശുശ്രൂഷയുണ്ട്. അതിന് പ്രാധാന്യമുണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. വിത്ത് ടൈം, ഒരു സമയം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ നാം മനസ്സിലാക്കി വരും, അതിലും പ്രധാനപ്പെട്ടതാണ് ലൈഫ് ബേസ്ഡ് മിനിസ്ട്രി, ജീവനിൽ ആധാരമായിരിക്കുന്ന ആ ശുശ്രൂഷ. ചൈനയിലൊരു പ്രസിദ്ധനായിരുന്ന മിഷണറി ഉണ്ട്. ആ മിഷണറി ബാർബറ വാച്ച്മാനിക്ക് ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. ആ മെൻറ്ററെ കുറിച്ച് വാച്ച്മാനി പലപ്പോഴും പ്രസ്താവിച്ചിട്ടുണ്ട്. സിസ്റ്റർ ബാർബറ ഒരു ഫോറിൻ മിഷണറി ആയിരുന്നു. ആ മകൾ വനിതയെക്കുറിച്ച് വാച്ച്മാനി പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്, ദ മൊമെൻറ്റ് ഐ വാസ് ഇൻ എ റൂം ഐ ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഞാൻ ആ മകൾ വനിതയുടെ മുറിയിൽ എപ്പോഴൊക്കെ പോകുമായിരുന്നു, അപ്പോഴൊക്കെയും ഒരു ദൈവ സാന്നിധ്യം എന്നെ സ്പർശിക്കുമായിരുന്നു. ദിസ് ഈസ് ലൈഫ് ബേസ്ഡ് മിനിസ്ട്രി. ജീവനിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശുശ്രൂഷ. ചിലർ പാടും, പാട്ടിനപ്പുറത്തേക്കൊന്നുമില്ല. ചിലർ പാടും, ദർ ഇസ് എ ലൈഫ് മിനിസ്ട്രേഷൻ. അതിൽ കൂടി വരുന്നൊരു ജീവൻ്റെ ശുശ്രൂഷയുണ്ട്. ചിലർ പ്രാർത്ഥിക്കും, പ്രാർത്ഥനയുടെ വാക്കുകളുടെ അപ്പുറത്തേക്കൊന്നുമില്ല. ചിലർ പ്രാർത്ഥിക്കും, പെട്ടെന്ന് അവിടെ ഒരു ദൈവസാന്നിധ്യം. ചിലർ പ്രബോധിക്കും,
പരിശുദ്ധാത്മ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സമ്പാദിക്കും. ചിലർ പ്രബോധിപ്പിക്കും, വാക്കുകളുടെ അപ്പുറത്തേക്കൊന്നും വരുന്നില്ല. ലൈഫ്, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. The fact that we carry death is life unto us. ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നത് ഞങ്ങളുടെ ആത്മാവിൽ ജീവനാണ്. തീർന്നില്ല. ഞങ്ങളുടെ ആത്മാവിൽ മാത്രമല്ല, ഞങ്ങൾ ശുശ്രൂഷിക്കുന്നവർക്കൊക്കെയും ജീവനാണ്. Praise the Lord. ക്രിസ്തുവേശുവിൽ എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. താഴോട്ട് എന്താ നാം വായിക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. നോക്കണേ, ജയോത്സവമായി ഞങ്ങൾ നടത്തുന്നതിന്റെ ഫലം എന്താണ്? ഞങ്ങൾ ക്രിസ്തുവിന്റെ അരോമ. രക്ഷിക്കപ്പെട്ട നടുവിലും നശിക്കുന്നവരിടയിലും we bring a certain aroma, ഒരു സുഗന്ധം കൊണ്ടുവന്നവരാണ്. ഒരു കൂട്ടർക്ക് മരണത്തിൽ നിന്ന് I'm lost, I'm out of God, ഞാൻ ദൈവത്തിൽ നിന്ന് മാറിയവനാണ്, ഞാൻ തെറ്റിപ്പോയവനാണ്, ഞാൻ മരണത്തിലാണ് എന്നുള്ള ബോധം ചിലർ കിട്ടുന്നു. ചിലരെ സമയത്തോളം ആത്മാവിൽ ദൈവകൃപയിൽ ജീവിക്കുന്നവരെ സമയത്തോളം ഇറ്റ്സ് എ ഫർദർ aroma from life to life. ജീവനിലേക്കുള്ളൊരു പ്രചോദനമാണത്. Hallelujah. Triumphant life with Paul. പൗലോസിന്റെ ജീവിതത്തിലെ ആ ജയജീവിതത്തിന്റെ ഫലം മറ്റ് പലരുടെ ജീവിതത്തിലും കിട്ടുന്ന സുഗന്ധമാണ്. ജീവനിലേക്കുള്ള സുഗന്ധമാണ്. There is a ministry without words and activity. വാക്കും പ്രവൃത്തിയുമില്ലാത്തൊരു ശുശ്രൂഷ പുതിയ നിയമ ശുശ്രൂഷയിലുണ്ട്. Praise the Lord. That is a call. ദൈവസഭയുടെ വിളിയതാണ്. Praise the Lord. When you humble, നീ നിന്നെ തന്നെ താഴ്ത്തുമ്പോൾ, നീ നിരന്തരം മനസാന്തരത്തിൽ ജീവിക്കുമ്പോൾ, നിന്നെ തന്നെ അന്തരംഗത്തിൽ ശുദ്ധീകരിക്കുമ്പോൾ, ദൈവസ്ഥനിൽ ചെന്ന് ദൈവത്തിൻ്റെ വിധികളെ നീ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ, ആത്മാവിൻ്റെ വഴിയിൽ നിന്റെ കാൽച്ചുവടുകൾ വെച്ച് ദൈവത്തോടുള്ള വിശ്വസത്തിൽ നീ ജീവിക്കുമ്പോൾ, you carry a ministry alongside. നിന്നോട് ചേർന്ന് ഒരു ശുശ്രൂഷയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. Aspire for gifts. ആത്മവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രയും ആഗ്രഹിക്കണം. അതിലുപരി ജീവന്റെ ശുശ്രൂഷ നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. Praise the Lord. Hallelujah. കൃപാവരങ്ങളുടെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. പല കൃപാവരങ്ങളുള്ളവരെ മാത്രമേ പൊതുവിൽ അറിയത്തുള്ളൂ. പക്ഷെ ദൈവസഭയുടെ യഥാർത്ഥ ഓജസ്, അന്തസ്സത്ത, ജീവന്റെ വളർച്ച അധിഷ്ഠിതമായിരിക്കുന്ന ഒരുപാട് കൃപാവരങ്ങളുടെ വെളിച്ചത്തിലല്ല, ജീവന്റെ വാഹകന്മാരെ ആശ്രയിച്ചാണ്. There are many life carriers. ജീവന്റെ വാഹകർ ദൈവസഭയിലുണ്ടെങ്കിൽ there is quality growth in the church. അത്യന്തം വിശേഷതയേറിയിരിക്കുന്ന വളർച്ച സഭയിൽ കാണും. Lord, praise the Lord. Walking with Jesus in the path of life, ജീവന്റെ മാർഗത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ നിഴല് പോലെ എൻ്റെ കൂടെ വരുന്ന ഒരു ഇഫക്റ്റീവ്നെസ് ഉണ്ട്, ഒരു സ്വാധീനമുണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു പ്രത്യാഘാതമുണ്ട്. I can bless without even my knowing. ഞാൻ തന്നെ അറിയാതെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് കഴിയും. You can be a cleansing effect among the people of God. ദൈവത്തിന്റെ ജനത്തിന് നടുവിൽ നിനക്കൊരു ശുദ്ധീകരണത്തിന്റെ സ്വാധീനമായിരിക്കാനായിട്ട് കഴിയും. ദൈവഭക്തിയുടെ സ്വാധീനമായിരിക്കാൻ കഴിയും. നിത്യയുടെ ബോധത്തിന്റെ സ്വാധീനമായിരിക്കാൻ കഴിയും. When you live a hidden life before God, ദൈവത്തിന് മുമ്പാകെ മറഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ നിന്റെ ശുശ്രൂഷ പരസ്യമായിരിക്കും, അനേകരുടെ അനുഗ്രഹമായിരിക്കും. Praise the Lord. അതിനോട് ചേർന്ന് അടുത്തപടിയായിട്ട് ദിസ് ഈസ് എ ലൈഫ് ബേസ്ഡ് മിനിസ്ട്രി. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ഞാൻ പറയാം. മൽക്കിസദേക്ക് യുദ്ധം ജയിച്ചു വരുന്ന അബ്രഹാമിനെ, തൻ്റെ അനന്തരവനായിരിക്കുന്ന ലോത്തിനെയൊക്കെ വിടുവിച്ച് ഒരു കഠിനമായിരിക്കുന്ന യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്.
അറിയാം, ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് എങ്ങനെയാണ് വരുന്നത്? പറയത്തില്ല, വെരി ടയേർഡ്, ക്ഷീണിച്ചാണ്. അത് പറയാതെ തന്നെ നമ്മളത് കാണുക. ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ്. മൽക്കീസേദെക്ക് നേരെ അബ്രഹാമിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. മൽക്കീസേദെക്കുറിച്ച് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ ഒന്നും ഇതിൽ ഉദ്ധരണികളുണ്ട്. എൻ്റെ കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചരിത്രത്തിലത്തെ ഉള്ളെങ്കിലും സ്പിരിച്വൽ ഇഫാക്റ്റ് വളരെ കൂടുതലായിരുന്നു. കോംപ്രിഹെൻസീവ് മിനിസ്ട്രി, അബ്രഹാമിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയമായിരിക്കുന്ന തലങ്ങളെ സ്പർശിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു മൽക്കീസേദെക്കിൻ്റെ ശുശ്രൂഷ. മൽക്കീസേദെക്ക് എന്ത് ചെയ്യുക? കയ്യിൽ വലിയൊരു പണക്കെട്ടുമായിട്ടൊക്കെയാണ് ചെല്ലുന്നത്. അബ്രഹാം ക്ഷീണിച്ച് വരുന്ന അബ്രഹാമിനെ സംബന്ധിച്ചോളം നമുക്കിനി എത്ര അടുത്ത കൺവെൻഷൻ നടത്തുന്നതല്ല, ആദ്യം കൊണ്ട് ചെല്ലുന്നത് ബ്രെഡ് ആൻഡ് വൈൻ, അപ്പവും വീഞ്ഞുമായിട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് എ നീഡ് നൗ. ഇപ്പോഴത്തെ ആവശ്യം അതാണ്. പലപ്പോഴും നമ്മൾ ഒത്തിരി സൂപ്പർ സ്പിരിച്വൽ ആയിരിക്കുന്നതുകൊണ്ട് ഭൗതികവും ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങൾ നമ്മൾ അങ്ങ് കാണാതെ പോകാറുണ്ട്. യായിറോസിൻ്റെ മകളെ കർത്താവ് ഉയർപ്പിച്ചു. കർത്താവ് യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച്, നിങ്ങളൊന്ന് ആലോചിക്കുക, വീട്ടിൽ നിന്നവർ ഇത് സംഭവം കഴിഞ്ഞപ്പോൾ എന്താന്നാ വിചാരിക്കുന്നത്? ഈ കുഞ്ഞ് മരിച്ചവർ കരയുന്നു, അവർ തകർന്നു പോയി. കുഞ്ഞ് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. എന്തൊരു ആഹ്ലാദം! കർത്താവ് ഉടനെ എന്നാ പറഞ്ഞ്, പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അടുത്ത 7 ദിവസം ഉപവാസം. ഇതാ എന്നാ പറയുക, അവർക്ക് വിശക്കുന്നു. നമ്മുടെ ചിന്ത എപ്പോഴും പോകുന്നുണ്ടോ, ഒരാഴ്ച ഇനി കണ്ടിന്യൂസ് പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. കൊച്ചിന് വിശക്കുന്നു. ദാറ്റ് മാറ്റേഴ്സ്. കർത്താവ് പറഞ്ഞില്ലേ, ഇത്രയും ദിവസമായിട്ട് വചനം കേൾക്കുകയാണ്, അവർക്ക് കഴിക്കാൻ കൊടുക്കുക. ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ആത്മീയ ഉത്തരവാദിത്തോട് ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് വരുന്നൊരു കാര്യമാണ്. സെൻസിങ് ദ നീഡ്. ഏതാ ഇപ്പോഴത്തെ ആവശ്യം? അതിനോട് ചേർന്ന് രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മൽക്കീസേദെക്ക് വന്നിട്ട് അങ്ങോട്ട് കൺഗ്രാറ്റുലേഷൻസ്, ഡിഡ് വെൽ, നീ നന്നായി ചെയ്തു, അഭിനന്ദനങ്ങൾ. അങ്ങനാണോ? ഉൽപ്പത്തി 14:20. യെസ്. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. മൽക്കീസേദെക്ക് വന്ന അബ്രഹാമിനോട് നമ്മളൊക്കെ സാധാരണ പറയത്തില്ലേ, ഡിഡ് വെൽ, കൺഗ്രാറ്റുലേഷൻ, കൊള്ളാം. എപ്പോഴാ നമുക്കൊന്ന് കൂടേണ്ടത് ഇല്ലേ? അങ്ങനെയൊക്കെയില്ലേ നമ്മൾ സാധാരണ പറയുന്നത്. മൽക്കീസേദെക്ക് വന്നിട്ട് ആദ്യം പറയുന്ന കൺഗ്രാറ്റുലേഷൻ അല്ല, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച നിന്റെ ഉന്നതനായിരിക്കുന്ന ദൈവം, ഹി ബി ബ്ലെസ്ഡ്, അവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്താ ഇതിൻ്റെ പ്രസക്തി എന്നറിയാം? അബ്രഹാം യുദ്ധത്തിന് അങ്ങോട്ട് പോയത് 5 രാജാക്കന്മാരെ നേരിടാനാണ് പോയത്. കൂടെയുള്ള 400 പേരുമായിട്ട് ഒറ്റ പോക്കാ പോയത്. ലക്ഷ്യം അത് മാത്രം. ആ ലക്ഷ്യത്തിന് മുമ്പിലാണ് തൻ്റെ ഊർജ്ജം മുഴുവൻ നിന്ന് ദൈവത്തിൽ ശരണപ്പെട്ടു. പോകുന്ന വഴിയെല്ലാം അബ്രഹാം, കർത്താവേ കൃപ, കർത്താവേ കൃപ, കർത്താവെ ബലപ്പെടുത്തണമേ, കർത്താവെ ധൈര്യം നൽകണമേ, കർത്താവെ ശത്രുമുമ്പാകെ നിൽക്കുവാൻ അല്ലേ പ്രാർത്ഥിച്ചായിരിക്കും പോയിരുന്നു. നമ്മളൊക്കെ അങ്ങനല്ലേ, പരീക്ഷ എഴുതാൻ പോകാൻ നേരം പ്രാർത്ഥിച്ച കർത്താവെ കർത്താവെ. ഈ തിരിച്ചു വരാൻ നേരം എങ്ങനെയാണ് വരുന്നത്? സാധാരണ പരീക്ഷ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് എങ്ങനെ? എനിക്കല്ലെങ്കിലും അറിയാമായിരുന്നു അത് ആ കാര്യം അത് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഞാൻ അന്നേരം തന്നെ ചെയ്തു. വേറെ പലരും എന്നോട് പല അഭിപ്രായം പറഞ്ഞു, ഞാൻ കേൾക്കാൻ പോയില്ലേ, അത് തന്നെ. അതുകൊണ്ട് നന്നായി. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പറയാനുള്ളൂ. ഏതാ അങ്ങോട്ട് പോകുമ്പോഴല്ല ഇങ്ങോട്ട് വരാൻ നേരമുള്ള പറച്ചില്ല. അപ്പോൾ ഈ അബ്രഹാം എന്നെ മോശമാണോ? പുള്ളി ഒരു മനുഷ്യനല്ലേ. അപ്പോൾ അബ്രഹാം ഇച്ചിരി ചീർത്താ വരുന്നത്. നോക്കണേ, 5 രാജാക്കന്മാരെ, രാജാവുമല്ല, എനിക്ക് സോൾജിയേഴ്സുമല്ല, പണ്ട് യുദ്ധവും ചെയ്തിട്ടില്ല, ഒക്കെ ചെയ്ത് വെച്ചതാണ്ട് വേണമെങ്കിൽ ഇനി അവർക്ക് ഇനി ഒരു പേടിയായിരിക്കും നമ്മളെ പല ചിന്തകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ മൽക്കീസേദെക്ക് ഒന്ന് പറയുക, ഗോഡ് ബി ബ്ലെസ്ഡ്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രവാചക ശബ്ദമാണത്. അപ്പോഴേ അബ്രഹാം നിലത്തായി. ഉപദേശിക്കാൻ ശ്രദ്ധിച്ചാണേ, നമുക്ക് നികളമുണ്ടാകും, നമ്മൾ മനുഷ്യരാണേ എന്നൊന്നും പറയേണ്ടി വന്നില്ല. ആത്മാവിൻ്റെ വചനം പറഞ്ഞപ്പോൾ തന്നെ ആൾ നിലത്തായി. അത് കഴിഞ്ഞ് അബ്രഹാം എത്ര ക്ഷീണിതനാണ് ഇല്ലേ?
തനിക്ക് വൈകാരികമായിരിക്കുന്നൊരു ആവശ്യം, ശാരീരികമായിട്ടുമല്ല, ഹീ നീഡ്സ് ഒന്ന് റിലാക്സ്ഡ് ആകേണ്ട ആവശ്യമുണ്ടല്ലേ. ക്ഷീണിച്ച് വരുന്നൊരു സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഊഷ്മളമായിരിക്കുന്നൊരു കൂട്ടായ്മ അന്നേരം വലിയ സന്തോഷമാണ്. ഈ മെൽക്കിസേദെക്കും വരവേൽറ്റ് വരുമ്പോൾ തന്നെ ആ സാന്നിധ്യം, വരവേൽപ്പും തന്നെ അബ്രഹാമിനെ സംബന്ധിച്ചുള്ള ഊഷ്മളമായിരിക്കുന്ന വരവേൽപ്പ് തന്നെ വലിയൊരു സുഖമായിരുന്നു. ഇത് നമ്മൾ വളരെ പലപ്പോഴും ഇംപേഴ്സണലാണ്. നമ്മൾ ഈ കാര്യം ഫോൺ പലപ്പോഴും ആണ്ടിലൊരിക്കലാണ് ചിലൊക്കെ ഫോൺ ചെയ്യുക, അതൊരു കാര്യത്തിനായിരിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ അതൊരു കാര്യത്തിനായിരിക്കും. വി ആർ നോട്ട് വെരി പേഴ്സണൽ, വൈയക്തികമല്ല, വ്യക്തിപരമല്ല. നമ്മൾ കൂട്ടായ്മ നൽകുന്ന കാര്യത്തിൽ നമ്മുടെ ഹൃദയം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ട ഊഷ്മളത, ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി വി ആർ വെരി ഫാക്ച്വൽ ആൻഡ് ഇംപേഴ്സണൽ. അതിന് ഞാൻ എന്തിനാ പോകണം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ചില ഫോൺ ചെയ്താൽ പറയാം എന്നാ വിളിച്ചതിൻ്റെ കാര്യം വല്ലതും ഉണ്ടായിരുന്നു. നമ്മൾ വിളിച്ചൊരു കൂട്ടായ്മയ്ക്ക് വിളിച്ച് അപ്പോൾ ചോദിക്കുക എന്നാ കാര്യം. സോ സി പീപ്പിൾ ആർ നോട്ട് ഈവൻ യൂസ്ഡ് ടു ദാറ്റ്. അവൻ്റെ വൈകാരികമായിരിക്കുന്ന ആവശ്യം. മൂന്നാമതൊരു കാര്യം എന്താണെന്നറിയാമോ? തൊട്ട് മുമ്പിൽ വേറെ വലിയ ടെംപ്റ്റേഷൻ നിൽക്കുക. എന്താ ടെംപ്റ്റേഷൻ? സോദോം രാജാവ് പുള്ളി ഒരു വലിയ ഓഫറുമായിട്ടാണ് വരുന്നത്. ആളുകളെ എനിക്ക് തരിക, സമ്പത്ത്, ഇതെല്ലാം കണക്കാക്കിയാണ് വരുന്നത്. അപ്പം അവിടെ വരാൻ നേരം അബ്രഹാം ശരിക്കും ഒരു ഫിറ്റ്സിലാകും. തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. എന്ത് വേണം, വാട്ട് ഈസ് ഗോഡ്സ് വിൽ, വാട്ട് ഈസ് ഗോഡ്സ് വിൽ. അന്നേരം എന്ത് ചെയ്തു? മെൽക്കിസേദെക്ക് വന്ന് അതിൻ്റെ 19-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അവനവനെ അനുഗ്രഹിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന അത്യുന്നതനായ ദൈവത്താൽ നീ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ജസ്റ്റ് ഒരു വെറുതെ ഒരു ബ്ലെസ്സിങ് കൊടുത്തോളൂ. എന്താ ബ്ലെസ്സിങ്? God, the possessor of heaven and earth, സ്വർഗത്തിനും ഭൂമിക്കും ഉടമയായിരിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. അബ്രഹാമിനപ്പോഴും മെസ്സേജ് അങ്ങ് അകത്തിയെന്നു. ആളുമല്ല, സ്ഥലവുമല്ല, ദൈവം കൂടെ ഉണ്ടായാൽ ഈ സോദോം രാജാവിൻ്റെ കൺസെഷൻ ടിപ്പും തലയൊറിഞ്ഞൊന്നും അവിടെ നിൽക്കേണ്ട കാര്യമില്ല. മാൻ, ദ പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, സ്വർഗത്തിനും ഭൂമിക്കും ഉടമയായിരിക്കുന്ന ദൈവമാണ് നിന്റെ ദൈവം. മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. സോദോം രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഈ ഓഫർ വന്നപ്പോൾ തന്നെ അബ്രഹാം, നിങ്ങൾ ആ വാക്യം ഇപ്പം സമയമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എക്സാക്ട്ലി മെൽക്കിസേദെക്ക് അബ്രഹാമിനോട് എന്തു പറഞ്ഞോ അത് തന്നെയാണ് കോട്ട് ചെയ്തത്. കൃത്യം പറഞ്ഞു, ഞാൻ ദൈവത്തോട് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഐ ഹാവ് സ്വാൺ, കൈപൊക്കി ഞാൻ ദൈവത്തോട്. ആ ദൈവത്തെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും ഉടമയായിരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മെസ്സേജ് കിട്ടിയപ്പോഴേ തീരുമാനിച്ചു. ആ തീരുമാനം ഉള്ളതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ആ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ കഴിയുന്നത്. പ്രലോഭനത്തിന് അടുത്ത് ചെന്ന ശേഷം തീരുമാനിക്കാൻ നിൽക്കുക. നിന്നോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിന്റെ ഹൃദയത്തിൽ കൈക്കൊണ്ട് നീ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രലോഭനത്തിൻ്റെ സമയത്ത് വചനം ഏറ്റെടുത്ത നിന്നെ സമയത്തോളം ദൈവത്തിൻ്റെ വചനം നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കൃപ നമുക്ക് നൽകിയിരിക്കുന്നു. ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശുശ്രൂഷ. മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. എന്ത് ഈ ആത്മാവിൻ്റെ ശുശ്രൂഷ? ദൈവമക്കളെ, നിന്റെ ആത്മാവിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാം സ്വർഗീയ നന്മകൾ, ജീവൻ, കൃപയുടെ ബഹുത്വം എല്ലാം മറ്റൊരാത്മാവിന് ഡെപ്പോസിറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു വിളി നിനക്കുണ്ട്. ഹല്ലേലൂയ. മെൽക്കിസേദെക്ക് എന്ന് ഇതങ്ങ് പകർന്നു കൊടുത്തു. ആമേൻ. യു ക്യാൻ ഡിസ്പെൻസ് ഗ്രേസ്. കൃപയുടെ ഈ പകർച്ചയ്ക്ക് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അന്യോന്യം കാൽ കഴുകണം. ഇത് ആണ്ടർതി യോഗത്തിലൊക്കെ ചിലർ പ്രത്യേക ഗ്ലൗസൊക്കെ ഇട്ട് ഈ കഴുകുന്ന പോലൊന്നുള്ള, അതിനകത്ത് വിനയത്തിൻ്റെ ഒരു വലിയ പാഠമുണ്ട്, തർക്കമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ കൂടെ പറയാം. അതുകൂടാതെ ഒരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? നാം എല്ലാം സഞ്ചാരത്തിലാണ്, യാത്രയിലാണ്, പൊടി പറ്റാറുണ്ട്, ക്ഷീണിക്കാറുണ്ട്, വൈകാരികമായി തളരാറുണ്ട്.
നാം എല്ലാവരും പരിക്ഷീണിതരാകാറുണ്ട്. വി നീഡ് ടു വാഷ് വൺ അനദർ. അന്യോന്യം നാം കഴുകുന്നവരായിരിക്കണം, പുതുക്കുന്നവരായിരിക്കണം, സജീവത നൽകുന്നവരായിരിക്കണം, ഉണർത്തുന്നവരായിരിക്കണം. നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾ മയങ്ങി ക്ഷീണിച്ചല്ല പോകേണ്ടത്. എഴുന്നേറ്റ് ധൈര്യത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കുമെന്നുള്ള ഉറപ്പോടെ പോകത്തക്കോണം. when somebody touches you, നിന്നെ സ്പർശിക്കുന്ന ഒരുവൻ ജീവനിൽ നിന്ന് പ്രവഹിപ്പാനായിട്ടിടയായി തീരണം. മിനിസ്റ്റർ വിത്ത് യുവർ സ്പിരിറ്റ്. നിന്റെ ആത്മാവിനെ കൊണ്ട് ശുശ്രൂഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് പ്രായോഗികവും ഭൗതികമായിരിക്കുന്ന നന്മ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് ഓർക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്നേക്കാൾ അവർക്ക് കൂടുതലുണ്ടല്ലെന്ന് ഓർത്ത് ഇങ്ങനെ നടക്കാതെ എനിക്ക് എന്താ തരാൻ, ദൈവം എന്താ തരാൻ. കുഞ്ഞെ, നിൻ്റെ കയ്യിൽ തന്നതുപോലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. നീ അത് ചെയ്യുമ്പോൾ നിൻ്റെ കയ്യിലുള്ളത് ദൈവം വർദ്ധിപ്പിക്കും. മാത്രമല്ല, ഇവിടെ തീരത്തില്ല, കർത്താവിൻ്റെ വരവിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകുകയും ചെയ്യും. ആൻഡ് മോട്ടിവേഷണൽ. മറ്റുള്ളവരെ കർത്താവിൽ പ്രോത്സാഹിപ്പിക്കുക, പ്രചോദിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക. നിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും ഉത്സാഹിക്കപ്പെടണം. മാത്രമല്ല, മിനിസ്റ്റർ വിത്ത് ലൈഫ്, ജീവൻ്റെ ശുശ്രൂഷയിലേക്ക് നാം കടന്നു വരണം. ആൻഡ് ഗീവ് ദ ട്രഷർ ഓഫ് യുവർ സ്പിരിറ്റ്. നിൻ്റെ ആത്മാവിലെ ഗുണവിശേഷങ്ങൾ, ആ സമ്പത്ത് മറ്റുള്ളവർക്ക് നൽകി അവരെയും ധന്യരാക്കണം. എവ്രിബഡി ക്യാൻ ബി എ ന്യൂ ടെസ്റ്റമെൻറ്റ് മിനിസ്റ്റർ. എല്ലാവർക്കും ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ, ശുശ്രൂഷയായിരിക്കാനായിട്ട് കഴിയും. ഗ്രേസ് ഡിസ്പെൻസേഴ്സ്, കൃപയുടെ പ്രസാരകരായിരിക്കാനായിട്ട് കഴിയും. That's our call. നമ്മുടെ വിളി അതാണ്. Amen. God bless you.